So goodies, welcome back to Salem Learning. It's me Anurekna, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ എല്ലാവരും നമ്മുടെ സ്കൂളൊക്കെ തുറന്ന് സ്കൂളിലെത്തി നല്ല സന്തോഷമായിട്ട് ഇരിക്കുമായിരിക്കും. കാരണം പുതിയ അധ്യയന വർഷമാണ്, നിങ്ങൾക്ക് പുതിയ ചാപ്റ്റേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ എന്തായാലും നിങ്ങളായിരിക്കും ഇപ്പം നിങ്ങളെ സ്കൂളിൽ സീനിയേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാര്. അപ്പൊ ഇതാ 4ാം ക്ലാസ്സിലാണ് എത്തിയത്. അപ്പൊ 4ാം ക്ലാസ്സിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് എക്സാംസ് വരാനുണ്ട്, LSS വരാനുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ എന്തായാലും എന്റെ കുട്ടികൾക്കുള്ള ഒരു സംശയമായിരിക്കും, ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലെ കൺഫ്യൂഷൻ ഒക്കെ എന്റെ കുട്ടിക്ക് മാറണം അല്ലെ. അപ്പൊ ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാകും, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്റെ മക്കൾ ചിലപ്പോൾ തുറന്നു പോലും നോക്കിയിട്ടുണ്ടാവില്ല. എന്നാലും അതൊക്കെ തുറന്നു നോക്കി ചാപ്റ്റേഴ്സിന്റെ പേരൊക്കെ അറിഞ്ഞ ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടാവുമോ എന്നുള്ള സംശയമുള്ള ആൾക്കാരുകൾ ഉണ്ടാവൂല്ലേ. ഇവിടെ ഒത്തിരി ചാപ്റ്റർ ഉണ്ടോടാ ഈ വർഷം? ഉണ്ടോ? ഇല്ലേ. നമുക്ക് എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ടില്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആദ്യത്തെ പാർട്ടില് നിങ്ങൾക്ക് 5 ചാപ്റ്ററുകളാണുള്ളത്. ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടോ എന്റെ കുട്ടികള്? അല്ലെ, നമ്മളിപ്പോ മാത്സിന്റെ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാത്സിലെ എല്ലാ ആൾക്കാർക്കും ഒരു സംശയമുള്ള കാര്യമായിരിക്കും, എന്തായാലും 4ലെത്തി, അപ്പൊ ടഫ് ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, വളരെ സിമ്പിൾ ആയിട്ട് എന്റെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത്. അപ്പൊ അത് അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ടെക്സ്റ്റും അതേപോലെ മലയാളം മീഡിയത്തിന്റെ ടെക്സ്റ്റിലും ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ 5 ചാപ്റ്ററും എന്റെ കുട്ടികൾ കണ്ടിട്ടുണ്ടാകും. അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ഈ വർഷം ഓരോ ക്ലാസ്സിലും പഠിക്കണം. അപ്പൊ നമ്മളുടെ ആപ്പില് സൈലത്തിന്റെ ആപ്പില് ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ ഇവിടെ എന്താക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, അത് നല്ലപോലെ ശ്രദ്ധിക്കുക. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളെ ആപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂണിറ്റ് ടെസ്റ്റും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ എന്റെ കുട്ടികൾ ഇവിടെ കുറെ പേര് നമ്മളെ വീഡിയോസ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വരെ സൈലത്തിന്റെ ആപ്പിലുള്ള കുട്ടികളായിരിക്കും. അപ്പൊ ആരെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ അവരെ കൂടെ ഒന്ന് അറിയിക്കുക. അപ്പൊ എന്താണ്, നമുക്ക് 5 ചാപ്റ്റർ പഠിക്കാനുണ്ട് അല്ലെ. ആ 5 ചാപ്റ്റർ ഏതൊക്കെയാണെന്ന് എന്റെ കുട്ടികളൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നു നോക്കുക. അതിൽ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാടാ? 4 അക്ക സംഖ്യകൾക്കൊപ്പം among 4 digit number. നിങ്ങൾ അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. നമ്മളെ നമ്പർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് നിങ്ങൾക്ക് ചാപ്റ്റർ അല്ലെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇതാ ഈ ഒരു ചാപ്റ്റർ എന്റെ മക്കൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ചാപ്റ്റർ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചാപ്റ്ററിനേക്കാൾ സിമ്പിൾ സെക്കൻഡ് ചാപ്റ്റർ ആയിരിക്കും, സമയചക്രം എന്നുള്ള ചാപ്റ്റർ കേട്ടോ. വീൽ ഓഫ് ടൈം. നിങ്ങൾക്ക് സമയം നോക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്തായാലും വാച്ച് കെട്ടി നടക്കുന്ന ഒരാളായിരിക്കും അല്ലെ. വീട്ടിലെ അമ്മയൊക്കെ ചോദിക്കും എത്ര സമയമായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോഴും ക്ലോക്ക് നോക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല നമ്മളെ കൂട്ടത്തില്. അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സമയത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്റർ. അപ്പൊ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഇതാ 3ഉം 4ഉം 5ഉം ഒക്കെ അല്ലെ. ഏതൊക്കെയാ ചാപ്റ്റർ? ആയിരങ്ങൾ ചേരുമ്പോൾ, ജോയിനിങ് തൗസൻഡ്സ് എന്നുള്ള ചാപ്റ്റർ ആണ് 3ാമത്തെ ചാപ്റ്റർ. 4ാമത്തെ ചാപ്റ്റർ എന്താണ്? കൂടുതലും കുറവും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ത് കൂടുതലായിരിക്കും എന്ത് കുറവായിരിക്കും, ഇതിലൊക്കെ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. ഇനി ഇതാ നമ്മള് ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ ആണ് രൂപങ്ങൾ വരയ്ക്കാം. അപ്പൊ എന്തായാലും വരയ്ക്കാനുള്ളതായിരിക്കില്ലേ, ഡ്രോയിങ് ഷേപ്സ് ആണ്. അപ്പൊ വരയ്ക്കാനുള്ള കുറെ കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ള കുറെ എന്തിലാണ്, ഡൗട്ടിലാണ്, സംശയങ്ങളിലാണ് എന്റെ കുട്ടികൾ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, കഴിഞ്ഞ വർഷത്തിനേക്കാൾ എന്താക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് ഈ വർഷവും പഠിക്കണം. പിന്നെ മക്കളെ ഒരു വീഡിയോ പോലും അല്ലെങ്കിൽ ഒരു ലൈവ് പോലും മിസ് ചെയ്യാതെ എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്യണം. അതേപോലെ തന്നെ നല്ലപോലെ പഠിക്കുക വേണം കേട്ടോ. അപ്പൊ എന്റെ മക്കളെ എല്ലാവരും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ മിസ് എന്തായാലും ഈ ക്ലാസ്സിൽ നിന്ന് പോവാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.